Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP സെക്കൻഡ് സെമസ്റ്റർ BCom BA BBA BSc തുടങ്ങിയിട്ടുള്ള എല്ലാ സെക്കൻഡ് ലാംഗ്വേജ് കോഴ്സുകളിലും ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് അപഗ്രഥനത്തിൻ്റെ ഒരു മൊഡ്യൂളാണ്. അപ്പോൾ അപഗ്രഥനത്തിൽ ഫസ്റ്റ് ചാപ്റ്റർ വന്നിരിക്കുന്നത് അപഗ്രഥനം എന്താണ്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ BCom BA BBA തുടങ്ങിയിട്ടുള്ള എല്ലാ കോഴ്സുകളിലും സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അപഗ്രഥന വായന എന്നതാണ് കേട്ടോ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് അപഗ്രഥന വായന എന്താണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ, അതിൻ്റെ വിവിധ തലങ്ങൾ, ഇവയൊക്കെയാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ക്ലാസ്സൊക്കെ കേട്ടോളൂ. പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു വിദ്യാർത്ഥി അക്ഷരങ്ങൾ പഠിച്ച് വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് വാക്യങ്ങൾ വായിച്ചു തുടങ്ങുന്നത് മുതൽ അവരുടെ വായനാ ജീവിതം ആരംഭിക്കുകയാണ്. ആ ഒരു വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗതുകമുണർത്തുന്ന കഥകളിലൂടെയും ആവേശമുണർത്തുന്ന കാവ്യഭാഗങ്ങളിലൂടെയും ഒക്കെ വായന എന്ന പ്രക്രിയയുടെ പ്രാഥമിക തലം നമ്മൾ വളരെ ആസ്വദിച്ചിട്ടാണ് ആരംഭിക്കുന്നത്. അതായത് ഒരു വായനാ ജീവിതം ആരംഭിക്കുന്നത്. പ്രത്യേകിച്ചും പ്രൈമറി കാലഘട്ടം, അതായത് ഈ ഒരു പ്രൈമറി കാലഘട്ടം അറിയാലോ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, LKG UKG തുടങ്ങിയുള്ള ആ ഒരു പ്രൈമറി കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഇതിന് വിരുദ്ധമായിട്ട് ഒരുപാട് അറിവുകൾ അവർക്ക് തലയിൽ കുത്തിക്കയറ്റി കൊടുത്ത് വായിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വായനയെ തന്നെ വെറുത്തു പോകും. അപ്പോൾ അവരുടെ വായനാ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള കഥകളിലൂടെയും അതുപോലെ തന്നെ ചിത്രങ്ങളിലൂടെയൊക്കെയാണ് ആരംഭിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായനയുടെ ലക്ഷ്യങ്ങൾ, അതുപോലെ വായനയുടെ വ്യത്യസ്ത തലങ്ങൾ, ഇതൊക്കെ എന്താണ് എന്നതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് വായനയുടെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ വായനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വിജ്ഞാന സമ്പാദനം, അതായത് അറിവ് സമ്പാദിക്കുക, ചിന്തയുടെ വികാസം, ഇതൊക്കെയാണ് വായനയുടെ പ്രഥമ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. എന്നാൽ ഇതിലും നിരവധി ഗുണങ്ങൾ വേറെയും വായനയ്ക്ക് അവകാശപ്പെടാവുന്നതാണ്. അതായത് ലോകത്തെയും അതിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മാറ്റങ്ങളെയൊക്കെ മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ടുള്ള ഒരു ജീവിത രീതി ക്രമീകരിച്ചെടുക്കാനായിട്ട് വായന നമ്മളെ സഹായിക്കുന്നുണ്ട്. സമകാലിക സമൂഹത്തിലെ അവസ്ഥകളെ വിമർശനാത്മകമായിട്ട് തന്നെ വിലയിരുത്തിക്കൊണ്ട് കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച് തനിക്കും സമൂഹത്തിനും ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഈ വായന നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ വായന കൊണ്ട് നമുക്ക് മാത്രമല്ല സമൂഹത്തിനും കൂടി മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ലോകത്തിലെ വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് പിന്നിൽ വായനയുടെ കരുത്തുറ്റ പിൻബലമുണ്ട്. വിജ്ഞാനാർജനം, ചിന്താശേഷി വർദ്ധിപ്പിക്കൽ, സാംസ്കാരിക പുരോഗതി, ഇവയെല്ലാം തന്നെ വായനയുടെ പ്രാഥമിക ലക്ഷ്യങ്ങളായിട്ട് കരുതാം. അടുത്തായിട്ട് പറയാൻ പോകുന്നത് വായനയുടെ വിവിധ തലങ്ങളാണ്. അതായത് വായന എത്ര തരത്തിൽ തിരിച്ചിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. അപ്പോൾ കൗതുകത്തോടെയും ആകാംക്ഷയോടെയൊക്കെ വായനയുടെ ലോകത്ത് പ്രവേശിച്ച് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിനിടയിൽ നമ്മൾ വിവിധ തലങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് വായനയുടെ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു തലങ്ങൾ അല്ലെങ്കിൽ ഘട്ടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തേത് പ്രാഥമിക വായന, 2 പരിശോധനാ വായന, 3 അപഗ്രഥന വായന, 4 അഗാധ വായന. വായനയുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രാഥമിക വായനയാണ്. വായനയുടെ പ്രാഥമികമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഘട്ടത്തിലാണ് നേടുക. അതായത് ഒരു വലിയ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. ആ ആരംഭിക്കുന്ന ആരംഭ സ്ഥലം ഉണ്ടല്ലോ, അത് തുടങ്ങുന്ന സ്ഥലം, ആ സ്ഥലമായിട്ട് നമുക്ക് ഈ ഘട്ടത്തെ വിലയിരുത്താം. പദങ്ങൾ പരിചയപ്പെടുക എന്നതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാന കാര്യം. അതിനായിട്ട് അക്ഷരങ്ങൾ പരിചയപ്പെട്ട് ചിത്രങ്ങളിലൂടെയും പദങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ ആ ഒരു വായനയുടെ ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇങ്ങനെ ലളിതമായിട്ടുള്ള പദങ്ങളും വാക്യങ്ങളും ഒക്കെ ഈ ഘട്ടത്തിലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞ് വായനയിലേക്ക് എത്തുന്ന ഘട്ടം ഉണ്ടല്ലോ, അതാണ് ഈ പ്രാഥമിക വായനയുടെ ഘട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ നാളുകളിലാണ് ഈ പ്രാഥമിക വായനാതലം പൂർത്തീകരിക്കേണ്ടത്. ഏറ്റവും സങ്കീർണമായ ഒരു ഘട്ടം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ഒരു പിരമിഡിൻ്റെ അടിത്തറ പണിയുന്നത് പോലെയാണിത്. അതായത് എന്തൊരു കാര്യമാണെങ്കിലും അതിനൊരു അടിത്തറ വേണം. ഒരു വിദ്യാഭ്യാസ കാര്യമാണെങ്കിലും അവർക്കൊരു നല്ല അടിത്തറ ഉണ്ടെങ്കിലേ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോവുള്ളൂ.
അതുകൊണ്ട് തന്നെ ഒരു വായനയുടെ അടിത്തറയാണ് ഏത് ഈ പ്രാഥമിക വായനാഘട്ടം എന്ന് പറയുന്നത്. ആ അടിത്തറ അനുസരിച്ചിട്ടാണ് അതിൻ്റെ നിലനിൽപ്പും വളർച്ചയുമെല്ലാം. ഇനി രണ്ടാമത്തെ ഘട്ടമാണ് പരിശോധനാ വായന എന്ന് പറയുന്നത്. വായനാ ജീവിതത്തിലെ രണ്ടാം ഘട്ടം പ്രാഥമിക തലത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ട് ഒരു പുസ്തകത്തിൻ്റെ ഏകദേശമായിട്ടുള്ളൊരു അർത്ഥം നിശ്ചിത സമയത്തിൽ മനസ്സിലാക്കാൻ വിദ്യാർത്ഥിയെ പ്രാപ്തരാക്കുന്നൊരു ഘട്ടമാണിത്. സങ്കീർണവും ഉപകാരപ്രദവുമായിട്ടുള്ള വായനയുടെ വിശാലമായ ലോകത്തേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തെ കരുതാം. തലക്കെട്ടുകൾ, പ്രധാന വാക്യങ്ങൾ, രചനാരീതി, ആമുഖം ഇതൊക്കെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. പുസ്തകത്തിൻ്റെ ഘടനയെക്കുറിച്ചും പങ്കുവയ്ക്കുന്ന ആശയത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ മനസ്സിലാക്കുക എന്നതാണ് ഈ ഘട്ടത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന വഴികളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കില്ലേ, അതുപോലെയാണ് ഈ ഒരു പരിശോധനാ വായനാ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കാദമികളൊക്കെ ഉണ്ടാവില്ലേ, അവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അപഗ്രഥന വായനാ ഘട്ടമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായനയുടെ പക്വത വെളിവാക്കുന്നൊരു ഘട്ടമാണ്. രീതിശാസ്ത്രപരവും വിമർശനാത്മകവുമായിട്ടുള്ള ഒരു ഘട്ടം തന്നെയാണിത്. നമ്മൾ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഒരു വായനക്കാരൻ ഇവിടെ വിലയിരുത്താണ്. ഉപരിതല വായന കൂടാതെ ഗ്രന്ഥകാരൻ്റെ ആശയം എപ്രകാരമാണ് ഇവിടേക്ക് ഉരുത്തിരിഞ്ഞ് വന്നതെന്ന് നമ്മളിവിടെ വിലയിരുത്തുന്നു. പാഠം, അഭിപ്രായങ്ങൾ, ആശയങ്ങൾ, ഗ്രന്ഥകാരൻ്റെ ലക്ഷ്യം ഇതൊക്കെയാണ് ഇവിടെ പരിശോധിക്കപ്പെടുന്നത്. ഒരേ സമയം അന്വേഷകനും വിധികർത്താവുമാകുന്നൊരു ഘട്ടം കൂടിയാണിത്. അപ്പോൾ പാഠത്തിന് അനുയോജ്യമായിട്ടുള്ള അർത്ഥം രൂപപ്പെടുന്നതിന് ഗ്രന്ഥകാരൻ്റെ വാക്കുകളെയും ആശയങ്ങളെയും ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് ചേർത്ത് പരിശോധിക്കുന്നുണ്ട് ഇവിടെ. അതിനുശേഷമാണ് ഈ കൃതിയെ വിമർശനാത്മകമായിട്ട് നമ്മൾ വിലയിരുത്തുന്നത്. അതായത് നമ്മളൊരു നോവൽ വായിച്ച് അതിനെ നമ്മൾ വിലയിരുത്തുമല്ലോ, നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ വിലയിരുത്തില്ലേ, ആ ഒരു ഘട്ടമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപഗ്രഥന വായന ഒരേ സമയം ഭക്ഷണം കഴിക്കുകയും ദഹിപ്പിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ഘട്ടം അഗാധ വായന. വായനാ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടമാണിത്. ഒരു വിഷയത്തെക്കുറിച്ചുള്ള വിവിധ എഴുത്തുകാരുടെ ആശയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അത് നിഗമനത്തിൽ എത്തിച്ചേരുകയാണ്. വിവിധ പുസ്തകങ്ങളിൽ നിന്ന് തനിക്ക് ആവശ്യമായത് മാത്രം സ്വീകരിച്ച് വിശകലനം ചെയ്ത് തൻ്റെ വിഷയത്തെ കൃത്യമായി അവതരിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൻ്റെ ലക്ഷ്യം. അക്കാദമിക മേഖലകളിലും ഗവേഷണ രംഗത്തുമാണ് അഗാധ വായന ഏറ്റവും കൂടുതലായിട്ട് പ്രധാനപ്പെട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അപഗ്രഥന എന്താണ്, അപഗ്രഥന വായന എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ളത് ഉപന്യാസം, ലേഖനം, നിരൂപണം എന്ന ഭാഗമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ അത് ഒരു ചെറിയ ഭാഗമാണ് കേട്ടോ. അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ലോങ് വീഡിയോ ആയി പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഉടനെ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കാണാൻ മറക്കരുത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചോളൂ. ഇതിൻ്റെ നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.